മലയാളം സർവകലാശാലയ്ക്ക് മുന്നിലെ ദളിത് വിദ്യാർത്ഥിയുടെ സമരം രണ്ടാം ദിവസം. ഗവേഷക വിദ്യാർത്ഥിനി അനഘയെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അധ്യാപകൻ ഡോക്ടർ അരുൺ ബാബുവിനെതിരെ നടപടി വേണമെന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ആരോപണ വിധേയരായ അധ്യാപകരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി. വിഷയത്തിൽ പുറത്തുനിന്നുള്ള ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് PK നവാസ് MLA യുടെ നിലപാട്. VS രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, സമരത്തിന്റെ രണ്ടാം ദിവസമാണ്, അതിന് പിന്തുണ കൂടി വരുന്നുണ്ട്. MLA PK നവാസ് അടക്കം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ വിഷയമാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിലാണ് ഈ കാലത്തും ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് സമൂഹം ഇങ്ങനെ ആലോചിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും റോഷ്നി, ആരോപണം വാസ്തവമാണ് എങ്കിൽ നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് മെമ്മോറിയുടെ വിഷയമൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. ഏതായാലും ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ അത് വ്യക്തമായൊരു അന്വേഷണം അതിനകത്ത് നടത്തേണ്ടതായിരുന്നു. അത് വിശ്വസനീയമായൊരു അന്വേഷണം വേണമായിരുന്നു. സർവകലാശാലയ്ക്ക് ഉള്ളിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുക, അധ്യാപക ഫെറ്റേണിറ്റി, ടീച്ചേഴ്സ് ഫെറ്റേണിറ്റി ഉണ്ട്. ആ ഫെറ്റേണിറ്റിക്ക് അകത്തുള്ള അന്വേഷണം നടക്കുമ്പോൾ അധ്യാപകനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ PK നവാസ് MLA അവിടെ സമരസമിതിയുടെ പന്തലിൽ സന്ദർശിക്കുകയും അനഘയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അനഘയ്ക്കൊപ്പമാണ്, ആ വിദ്യാർത്ഥിക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതിൽ ഒരു പുറത്തുനിന്നുള്ള ഏജൻസി അന്വേഷണം, അത് പോലീസ് അന്വേഷണമാണെങ്കിലും മറ്റേതെങ്കിലും ഏജൻസിയുടെ അന്വേഷണമാണെങ്കിലും അങ്ങനൊരു അന്വേഷണം നടത്തും എന്നുള്ളതാണ് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അനഘ നേരത്തെ തന്നെ ഇത്തരത്തിൽ ജാതി അധിക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വരികയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. അതിൽ CJPയുടെ ഉൾപ്പെടെ പിന്തുണ ഈ സമരത്തിന് വരികയാണെങ്കിൽ ആ സമരത്തിന്റെ മാനം തന്നെ മാറാൻ സാധ്യതയുണ്ട്. സർക്കാരിനെതിരെ ഈ സമരം ഇപ്പോൾ നിലവിൽ അത് യൂണിവേഴ്സിറ്റിക്കെതിരെയാണ്. പക്ഷേ അതിൽ അടിയന്തരമായി ഇടപെടേണ്ട സർക്കാർ അത് ഇടപെട്ടിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് സർക്കാരിനെതിരെയുള്ള സമരമായും മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ PK നവാസ് വളരെ സംയോജിതമായി ഇടപെട്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട്.